ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗ്രാമർ സീരീസിൻ്റെ ഡേ 2 ആണ് ഇന്ന്. ഫസ്റ്റ് ക്ലാസ്സിൽ പാർട്സ് ഓഫ് സ്പീച്ചിൽ നൗൺസ് എന്താണെന്ന് നോക്കി, ടൈപ്സ് ഓഫ് നൗൺസ് നോക്കി, എങ്ങനെയാണ് സിംഗുലർ നൗണിൽ നിന്ന് പ്ലൂറൽ നൗൺസ് ഫോം ചെയ്യുന്നത്, ഈ പറയുന്ന 3 കാര്യങ്ങളാണ് നോക്കിയത്. ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രൊനൗൺസ് എന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. നൗൺസ് എന്താണെന്നാണ് നമ്മൾ പറയുന്നത്? നെയിംസ്, നെയിമിംഗ് വേർഡ്സ്, അതായത് പേര്. എന്തിൻ്റെ വേണമെങ്കിലും ആവാം അല്ലേ? ഒരാളുടെ ആവാം, സ്ഥലത്തിൻ്റെ ആവാം, തിങ്, ആനിമൽസ്, ഫീലിങ്സ്, എന്തിൻ്റെ ആണെങ്കിലും പേരുകളെയാണ് നൗൺസ് എന്ന് പറഞ്ഞത്. ഇനി പ്രൊനൗൺസ് എന്താണെന്ന് നോക്കാം. വേർഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് നൗൺസ്, നൗൺസിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ. അതായത് ഒരു പേര് തന്നെ കണ്ടിന്യൂസ് റിപ്പീറ്റഡായിട്ട് പറയുന്നതിനേക്കാളും നമുക്ക് ആ പേരിന് പകരം വേറെ കുറേ വാക്കുകൾ യൂസ് ചെയ്യാം. അപ്പോൾ അതിനെയാണ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. വേർഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് നൗൺസ്. കണ്ടോ? അതായത് നൗൺസിൻ്റെ സ്ഥാനത്ത് വേറെ കുറേ വാക്കുകൾ യൂസ് ചെയ്യും. അതിനെയാണ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. ദേ ഹെൽപ്പ് us അവോയ്ഡ് റെപ്പിറ്റീഷൻ ഓഫ് നൗൺസ്. നൗൺസ് റിപ്പീറ്റ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. പറഞ്ഞ പേര് തന്നെ കുറേ തവണ ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ ഒരു പേര് തന്നെ പിന്നെയും പറയുമ്പോൾ അത് ഭയങ്കര റിപ്പീറ്റിംഗ് ആയിട്ട് തോന്നും അല്ലേ? ആ ഒരു റെപ്പിറ്റീഷൻ അവോയ്ഡ് ചെയ്യാനും ആ ഒരു ബോറിങ് അവോയ്ഡ് ചെയ്യാനാണ് പ്രൊനൗൺസ് യൂസ് ചെയ്യുന്നത്. സെൻറ്റൻസിലായിക്കോട്ടെ, പാരഗ്രാഫ്സ് എഴുതുമ്പോൾ, എന്തിനും ആയിക്കോട്ടെ, സംസാരിക്കുമ്പോഴൊക്കെ പ്രൊനൗൺസ് നമ്മൾ യൂസ് ചെയ്യും. ഏതൊക്കെയാണ് പ്രൊനൗൺസ്? ഇവിടെ പേഴ്സണൽ പ്രൊനൗൺസിൻ്റെ ലിസ്റ്റാണ് ഈ കൊടുത്തേക്കുന്നത്. ഐ, യു, വി, ഹി, ഷീ, ഹെർ, ഇറ്റ്, അസ്, ഇതെല്ലാം പ്രൊനൗൺസ് ആണ്. പേഴ്സണൽ പ്രൊനൗൺസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ പ്രൊനൗൺസ് നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ ടൈപ്സ് ഓഫ് പ്രൊനൗൺസ് നോക്കാം. പേഴ്സണൽ പ്രൊനൗൺസ് ഈ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, പേഴ്സണൽ പ്രൊനൗൺസ് തന്നെയാണ്. സോ പേഴ്സണൽ പ്രൊനൗൺസ് എന്താണെന്ന് നോക്കാം. പ്രൊനൗൺസ് യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് നെയിംസ് ഓഫ് പേഴ്സൺസ്, ആനിമൽസ് ആൻഡ് തിങ്സ്. അതായത് പേരുകൾ, അതായത് ഇപ്പോൾ ആളുകളുടെയോ സ്ഥലങ്ങളുടെയോ ഒക്കെ പേരിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് പറയുക. അതായത് ഐ, യു, ഹി, ഷീ, ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും. അവിടെ ഒരാളുടെ പേരിന് അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു തിങ്സിനെ കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആനിമലിനെയൊക്കെ കാണിക്കുന്നതിന്, അതായത് ആ ആനിമലിൻ്റെ പേര് ഡയറക്റ്റ് പറയുന്നതിനേക്കാൾ പകരമായിട്ട് യൂസ് ചെയ്യാവുന്ന ടേംസ് ആണ് ഇതൊക്കെ. എന്താണെന്ന് നോക്കാം. ഐ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ എപ്പോഴും എൻ്റെ പേരിങ്ങനെ റിപ്പീറ്റഡ് പറയാതെ ഞാൻ ഐ എന്ന് പറയാണ്. അതായത് ഐ ആം ഗോയിങ് ടു ദി ഷോപ്പ്, ഞാൻ ഷോപ്പിൽ പോകുന്നു എന്ന് പറയാണ്. അവിടെ ഞാൻ എൻ്റെ പേര് തന്നെ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഷോപ്പിൽ പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ മീനിങ് കറക്റ്റാണ്, ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. അതേപോലെ നോക്കിയേ, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ എപ്പോഴും നമ്മൾ പേര് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ബോറിംഗ് അല്ലേ? യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഓക്കെ, അവിടെ നീ എന്ന് പറയുന്ന ഒരു പ്രൊനൗൺ, അതായത് യു എന്ന് പറയുന്ന പ്രൊനൗണാണ് യൂസ് ചെയ്തേക്കുന്നത്. ഹി ഈസ് എ ഡോക്ടർ. നമ്മളിപ്പോൾ ഒരാളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്നിട്ട് അയാളുടെ ജോബ് പറയുമ്പോൾ അയാൾ ഡോക്ടറാണെന്ന് പറയാനായിട്ട് അഗൈൻ അയാളുടെ പേര് യൂസ് ചെയ്യാതെ ഹി ഈസ് എ ഡോക്ടർ എന്ന് പറയാം. അതേപോലെ ഷീ നോക്കിയേ, ഷീ ഈസ് എ ടീച്ചർ. ഒരു എന്താ പറയുക, ഒരു ലേഡി, അവരെ പറ്റി പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു, എന്നിട്ട് അവരുടെ ജോബ് പറഞ്ഞപ്പോൾ പിന്നെ റിപ്പീറ്റഡായിട്ട് പേര് പറയുന്നില്ല, പകരം ഷീ ഈസ് എ ടീച്ചർ എന്ന് പറയുകയാണ്. ഇറ്റ് ഈസ് എ ക്യാറ്റ്. ഇനിയിപ്പോൾ ഒരു അനിമൽ എടുക്കുക. അനിമലിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ ഏത് പ്രൊനൗണാണ് യൂസ് ചെയ്യുക? എനിക്ക് ഒരു പെറ്റുണ്ട്, ഇറ്റ് ഈസ് എ ക്യാറ്റ്. ഐ ഹാവ് എ പെറ്റ്, ഇറ്റ്സ് നെയിം ഇസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേര് പറയാം അല്ലേ? അപ്പോൾ അവിടെ കണ്ടോ, അവിടെ പേരല്ല അവിടെ യൂസ് ചെയ്യുന്നത് പ്രൊനൗണാണ്. ഇറ്റ് എന്നുള്ള പ്രൊനൗണാണ്. കണ്ടോ, പേരിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇറ്റ്. ഓക്കെ, ആനിമൽസിൻ്റെയും കേസിലൊക്കെയാണ് കേട്ടോ ഇറ്റ് യൂസ് ചെയ്യുക. ആനിമൽസ്, തിങ്സിൻ്റെയൊക്കെ കേസിലാണ് ഇറ്റ് യൂസ് ചെയ്യുക. അല്ലാതെ നോർമലി ഹ്യൂമൻസിൻ്റെ കാര്യം പറയുമ്പോൾ, പേഴ്സൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ, യു, അങ്ങനത്തെ ഒരു വേർഡ്സൊക്കെയാണ്, പ്രൊനൗൺസാണ് യൂസ് ചെയ്യുക കേട്ടോ. ഐ, യു, വി, ദേ, ഹി, ഷീ ഒക്കെയാണ് യൂസ് ചെയ്യുക, ഇറ്റ് യൂസ് ചെയ്യില്ല. അതാണ് പേഴ്സണൽ പ്രൊനൗൺ. നെക്സ്റ്റ് ഇസ് പൊസസീവ് പ്രൊനൗൺ. പൊസസീവ് പ്രൊനൗൺ എന്താണെന്ന് നോക്കാം. ദീസ് പ്രൊനൗൺസ് റീപ്ലേസ് നൗൺസ് ആൻഡ് ഓൾസോ ഷോ പൊസിഷൻ, ഓണർഷിപ്പ് ഓർ ബിലോങ്ങിങ്. അതായത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പൊസഷൻ കാണിക്കാനായിട്ട്, എന്ന് പറഞ്ഞാൽ ഇതെൻ്റെയാണ്, ഈ സംഭവങ്ങളൊക്കെ എൻ്റെയാണ് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കില്ലേ? അത് മൈൻ,
അവേഴ്സ് എന്നൊക്കെ പറയില്ല, മൈൻ എൻ്റെയാണ്, അവേഴ്സ് ഞങ്ങളുടെയാണ്, ഹിസ് അവൻ്റെയാണ്. കണ്ടോ അവിടെ ആ ഒരു ആരുടെയാണ് ആ പൊസഷൻ, ആരുടെയാണത്, ആരാണ് അതിൻ്റെ ഓണർ, അതിൻ്റെ ഓണർഷിപ്പ്, അത് ആരുടെ ബിലോങ് ചെയ്യുന്ന കാര്യമാണ് എന്ന് കാണിക്കാനാണ് പൊസസീവ് പ്രൊനൗൺസ് യൂസ് ചെയ്യുന്നത്. ആ പേരിൽ തന്നെയുണ്ട് പൊസസീവ്, പൊസഷൻ എന്നുള്ളത്. അപ്പോൾ എന്താണ് മൈൻ, ദിസ് ബുക്ക് ഈസ് മൈൻ, ഇത് എൻ്റെ ബുക്കാണ്. അതേപോലെ നോക്കിയേ അവേഴ്സ്, ദിസ് ഹൗസ് ഇസ് അവേഴ്സ്, ഇത് ഞങ്ങളുടെ വീടാണ്. ഹിസ്, ദ ഫോൺ ഇസ് ഹിസ്. കണ്ടോ അവിടെ യൂസ് ചെയ്തേക്കുന്നുണ്ടോ പ്രൊനൗൺ ലാസ്റ്റ് യൂസ് ചെയ്തേക്കുന്നത് കണ്ടോ, ആ ഫോൺ അവൻ്റെയാണ്. കണ്ടോ ഇവിടെ അപ്പോസ്ട്രോഫി ഇല്ല. ഓക്കെ, അപ്പോസ്ട്രോഫി യൂസ് ചെയ്യാതെയാണ് പൊസസീവ് പ്രൊനൗൺസ് നമ്മൾ എഴുതാം. ഹെഴ്സ് നോക്കിയേ, ദ പേഴ്സ് ഇസ് ഹേഴ്സ്, പേഴ്സ് അവളുടെയാണ്. ദാറ്റ് കാർ ഇസ് യുവേഴ്സ്, ആ കാർ നിങ്ങളുടെയാണ്. കണ്ടോ ഇവിടെ എല്ലാം പൊസസീവ്, ബിലോങ്ങിങ്, ഓണർഷിപ്പാണ് ഈ പ്രൊനൗൺസിലൂടെ നമുക്ക് കാണുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് പൊസസീവ് പ്രൊനൗൺസ്. ദെൻ അടുത്തതാണ് റിഫ്ലെക്സീവ് പ്രൊനൗൺസ്. വെൻ ദ സബ്ജക്റ്റ് ഇൻ എ സെൻറ്റൻസ് ഇസ് ഓൾസോ ദി ഒബ്ജക്റ്റ്. അതായത് ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് തന്നെയാണ് ഒബ്ജക്റ്റെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സബ്ജക്റ്റ്, എന്താണ് ഒബ്ജക്റ്റ്? ഒരു ആക്ഷൻ ചെയ്യുന്ന ആളെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഒരു കുട്ടിയെ തല്ലി, ആക്ച്വലി ഇപ്പോൾ കുട്ടികളെ തല്ലാൻ പാടില്ലല്ലോ, പക്ഷേ ഞാനിപ്പോൾ ഒരു കുട്ടിയെ തല്ലിയെന്ന് ഇമാജിൻ ചെയ്യാം, ഇമാജിനേഷനിലാണ്. അപ്പോൾ തല്ലിയത് ഞാനാണ്, അപ്പോൾ ഞാനാണ് സബ്ജക്റ്റ്. തല്ല് കൊണ്ടത് കുട്ടിയാണ്, അപ്പോൾ കുട്ടിയാണ് ഒബ്ജക്റ്റ്. ഓക്കെ, അതായത് പ്രവൃത്തി ചെയ്ത ആൾ സബ്ജക്റ്റ്, അതിൻ്റെ റിസൾട്ട് അനുഭവിച്ച ആൾ ഒബ്ജക്റ്റ്. ഓക്കെ, അങ്ങനെയാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ തിരിച്ച് പറയണം. അതായത് ഒരു സബ്ജക്റ്റ്, അതായത് ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് തന്നെയാണ് ഒബ്ജക്റ്റ് എങ്കിൽ, ഇപ്പം ഞാൻ തന്നെയാണ് സബ്ജക്റ്റ്, ഞാൻ തന്നെയാണ് ഒബ്ജക്റ്റ്, അങ്ങനത്തെ കേസിൽ അങ്ങനെയാണെങ്കിൽ വി യൂസ് റിഫ്ലെക്സീവ് പ്രൊനൗൺ. ഓക്കെ, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണ്. ഓക്കെ, അതാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്. വെൻ ദ സബ്ജക്റ്റ് ഇൻ എ സെൻറ്റൻസ് ഇസ് ഓൾസോ ദി ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് തന്നെയാണ് ഒബ്ജക്റ്റ് എങ്കിൽ വി യൂസ് റിഫ്ലെക്സീവ് പ്രൊനൗൺസ് ടു അവോയ്ഡ് റെപ്പിറ്റീഷൻ. ഓക്കെ, മൈ സെൽഫ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത് റിഫ്ലെക്സീവ് പ്രൊനൗണിൽ എങ്ങനെയാണ്? ഐ കട്ട് മൈ സെൽഫ് വൈൽ ഷേവിങ്. ഇതിപ്പോൾ ഞാൻ തന്നെയാണ് ഇപ്പം ഞാൻ തന്നെയാണ് ഷേവിങ്ങിൽ എനിക്ക് തന്നെ മുറിവ് സംഭവിച്ചു അല്ലേ, അപ്പം ഞാൻ തന്നെയാണ് സബ്ജക്റ്റ്, എനിക്ക് തന്നെയാണ് മുറിവ് കൊണ്ടത്, ഞാൻ തന്നെയാണ് ഷേവ് ചെയ്തു, ഞാൻ തന്നെ എൻ്റെ മുഖം തന്നെയാണ് മുറിഞ്ഞതെന്ന് പറയുമ്പോൾ അവിടെ റിഫ്ലെക്സീവായിട്ടാണ് വരിക. അതായത് ഐ കട്ട് മൈസെൽഫ് വൈൽ ഷേവിങ്. കണ്ടോ അവിടെ മൈസെൽഫ് യൂസ് ചെയ്തപ്പോഴെന്താണ്? സബ്ജക്റ്റ് ഞാൻ തന്നെയാണ്, അതിൻ്റെ റിസൾട്ട് കിട്ടിയത് എനിക്ക് തന്നെ, ഒബ്ജക്റ്റ് ഞാൻ തന്നെയായി. ഇറ്റ് സെൽഫ് നോക്കിയേ, ദ മെഷീൻ ഫിക്സ്ഡ് ഇറ്റ് സെൽഫ്. മെഷീൻ തന്നെ അത് ശരിയായി, ആ മെഷീൻ ഒന്നും റിപ്പയർ ചെയ്യേണ്ടി വന്നില്ല, തന്നെ അത് ശരിയായെന്ന് പറയില്ലേ. അപ്പോൾ അതെന്താണ്? ദ മെഷീൻ തന്നെയാണ് സബ്ജക്റ്റും അത് തന്നെയാണ് ഒബ്ജക്റ്റും അല്ലേ. ദ മെഷീൻ ഫിക്സ്ഡ് ഇറ്റ് സെൽഫ് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് കേടായതും അത് തന്നെയാണ് അത് റിപ്പയർ ചെയ്തതും. ഹിംസെൽഫ്, ഹീ മെയ്ഡ് ഇറ്റ് ഹിംസെൽഫ്, അതുണ്ടാക്കിയത് അവൻ തന്നെയാണ്. ഓക്കെ, ഹീ മെയ്ഡ് ഇറ്റ് ഹിംസെൽഫ്, ആ സംഭവം ഉണ്ടാക്കിയത് ആരാണ്? അവൻ തന്നെയാണ്. അപ്പോൾ അവൻ തന്നെയാണ് ഉണ്ടാക്കിയ ആളും. ഓക്കെ, അവിടെ സബ്ജക്റ്റും ഒബ്ജക്റ്റും അവൻ തന്നെയാണ്. ദംസെൽസ്, ദേ മെയ്ഡ് ഇറ്റ് ദംസെൽസ്, അത് അവരാണ് ഉണ്ടാക്കിയത്. ഓക്കെ, അവർ തന്നെയാണ് സബ്ജക്റ്റും അവർ തന്നെയാണ് ഒബ്ജക്റ്റും. സോ ഇങ്ങനത്തെ കേസിൽ ദേ എന്നുള്ള സബ്ജക്റ്റും ദേ മെയ്ഡ് ഇറ്റ് ദംസെൽസ്, ദേ മെയ്ഡ് എന്ന് പറയുമ്പോൾ അവർ സബ്ജക്റ്റായി, ദംസെൽസ് അവർ തന്നെ ആണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞപ്പോൾ ദംസെൽസ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒബ്ജക്റ്റ് ആവാണ്. കണ്ടോ, ദേ മെയ്ഡ് ഇറ്റ് ദംസെൽസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ദേ എന്നുള്ളത് സബ്ജക്റ്റ്, ആരാണ് പ്രവൃത്തി ചെയ്തതെന്ന്, മെയ്ഡ് എന്നുള്ളത് വേർബ്, ദംസെൽസ് എന്നുള്ളത് ഒബ്ജക്റ്റ്. കണ്ടോ, ദേ മെയ്ഡ് ഇറ്റ് ദംസെൽസ്, അത് അവർ തന്നെയാണ് ഉണ്ടാക്കിയതെന്നാണ് വരിക. ഓക്കെ, അടുത്തതാണ് റിലേറ്റീവ് പ്രൊനൗൺസ്. ദേ ആർ യൂസ്ഡ് ടു ജോയിൻ പാർട്സ് ഓഫ് എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൻ്റെ അതായത് ഒരു സെൻറ്റൻസിൻ്റെ രണ്ട് പാർട്സ് ആണെങ്കിൽ അത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു വാക്ക് വേണം. ഇപ്പം നോക്കിക്കേ, ദ പേഴ്സൺ ഹൂ കോൾഡ് ഇസ് മൈ ഫ്രണ്ട്. കണ്ടോ, വിളിച്ചത് എൻ്റെ ഫ്രണ്ടാണെന്ന് പറയാനായിട്ട്, അതായത് ദ പേഴ്സൺ, അത് കഴിഞ്ഞിട്ട് ഒരു വാക്ക് പ്രൊനൗൺ ആഡ് ചെയ്തു. ആ ഒരു വാക്ക് ഹൂ എന്ന് പറയുന്ന പ്രൊനൗണാണ് കോൾഡ് ഇസ് മൈ ഫ്രണ്ട് എന്നുള്ള ആ ഒരു പാർട്ട്, സെൻറ്റൻസിൻ്റെ ഒരു പാർട്ടിനെയും കൂടെ ജോയിൻ ചെയ്തത്. ഹൂ എന്നൊരു വാക്ക് അവിടെ വന്നാലാണ് ദ പേഴ്സൺ എന്നുള്ള ആ ഒരു പാർട്ടും കോൾഡ് ഇസ് മൈ ഫ്രണ്ട് എന്നുള്ള പാർട്ടും
ജോയിൻ ആവുള്ളൂ. ദ പേഴ്സൺ ഹു കോൾഡ് ഇസ് മൈ ഫ്രണ്ട്. വിളിച്ച ആൾ എൻ്റെ ഫ്രണ്ടാണ്. അത് പറയാനായിട്ട് ആ ഹൂ എന്നൊരു പ്രൊനൗൺ വേണ്ടി വന്നു. കണ്ടോ, ഒരു സെൻറ്റൻസിൻ്റെ 2 പാർട്സിനെ ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്ത പ്രൊനൗൺ ആണ് റിലേറ്റീവ് പ്രൊനൗൺ. ഹൂസ് നോക്കിയേ, ദ പേഴ്സൺ ഹൂസ് കാർ ഇസ് റെഡ് ഇസ് മൈ കസിൻ. അതായത് കാർ റെഡായിട്ടുള്ള ആൾ എൻ്റെ കസിനാണ്. ദ പേഴ്സൺ ഹൂസ് എന്നുള്ളത് അവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തതാണ്. ഹൂസ് കാർ ഇസ് റെഡ് ഇസ് മൈ കസിൻ എന്ന് പറഞ്ഞപ്പോൾ ഹൂസ് എന്നുള്ള ടേം അവിടെ പ്രൊനൗൺ അവിടെ ആഡ് ചെയ്തത് എന്തിനാണ്? അവിടെ റിലേറ്റീവ് പ്രൊനൗൺ ആണ്. അതാണ് ആ റിലേഷൻ കാണിക്കുന്ന പ്രൊനൗൺ. നെക്സ്റ്റ് വൺ, ദ ഗേൾ ഹൂം ഐ മെറ്റ് ഇസ് നൈസ്. ഞാൻ മീറ്റ് ചെയ്ത ആ കുട്ടി നല്ല കുട്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ ദ ഗേൾ ഹൂം എന്നുള്ള റിലേറ്റീവ് പ്രൊനൗൺ ആഡ് ചെയ്തു. വിച്ച്, കണ്ടോ, ദ ബുക്ക് വിച്ച് ഇസ് ഓൺ ദ ടേബിൾ ഇസ് മൈൻ. അതായത് ടേബിളിലിരിക്കുന്ന ബുക്ക് എൻ്റെയാണ്. ദ ബുക്ക് വിച്ച് എന്നുള്ളത് ആഡ് ചെയ്തു, എന്നാലേ അത് കണക്റ്റ് ആവുള്ളൂ. ദ ബുക്ക് വിച്ച് ഇസ് ഓൺ ദ ടേബിൾ ഇസ് മൈൻ എന്ന് പറയണമെങ്കിൽ ആ ഒരു വിച്ച് എന്നുള്ള പ്രൊനൗൺ അവിടെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യണം. ദാറ്റ് നോക്കിയേ, ദ കാർ ദാറ്റ് ഐ ബോട്ട് ഇസ് റെഡ്. കണ്ടോ, കാറാണ് ഞാൻ മേടിച്ചതെന്നും പറഞ്ഞു, അത് റെഡും ആണെന്നും പറയണം. സോ അത് രണ്ടിന് വേണ്ടിയിട്ട് ദ കാർ ദാറ്റ് ഐ ബോട്ട് ഇസ് റെഡ് എന്നുള്ള ദാറ്റ് എന്നുള്ള ഒരു പ്രൊനൗൺ ആഡ് ചെയ്തു. കണ്ടോ, അത് ജോയിൻ ചെയ്യാൻ ഉപയോഗിച്ച വാക്കുകൾ അല്ലെങ്കിൽ ആ 2 പാർട്ടും നമ്മളെങ്ങനെ ജോയിൻ ചെയ്യിക്കും? നമ്മുടെ കാര്യം അവിടെ പറയണം, പ്ലസ് ആ 2 പാർട്ടിനെയും കൂടെ ജോയിൻ ചെയ്യിക്കണം. അതിനെ ഇവിടെ യൂസ് ചെയ്തേക്കുന്നതാണ് റിലേറ്റീവ് പ്രൊനൗൺസ്. നെക്സ്റ്റ് വൺ ഇസ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ്. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയില്ലേ, അത്, ഇത്, അതൊക്കെയും ഇതൊക്കെ എന്നൊക്കെ പറയില്ലേ, ദാറ്റ് ഈസ് ഡെമോൺസ്ട്രേറ്റീവ്. അപ്പോൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് എന്തിനാണെന്ന് നോക്കാം. ദീസ് പ്രൊനൗൺസ് പോയിൻ്റ് ഔട്ട് ഓർ ഷോ ദ പേഴ്സൺ ഓർ തിങ് ടു വിച്ച് ദേ റെഫർ. അത് ആരെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്? ഓക്കെ, അത് പറയാനാണ്. അത് എന്തിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ആരുടെയാണെന്നുള്ളത് പൊസിഷൻ അല്ല, ഇതെന്താ ഉദ്ദേശിക്കണമെന്ന് പറയാനായിട്ട്, അത് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കിയേ, ദിസ് ബുക്ക് ഇസ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ആ ബുക്കിനെ പോയിൻ്റ് ഔട്ട് ചെയ്യുകയാണ്, ആ ബുക്കിനെ കാണിച്ചു കൊടുക്കുക, ഈ ബുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. കണ്ടോ, അവിടെ പൊസിഷൻ അല്ല കേട്ടോ, പൊസസീവേ അല്ല ഇവിടെ യൂസ് ചെയ്തത്, ഇത്, അത് എന്നൊക്കെ പറയാൻ യൂസ് ചെയ്യുന്നത്. ദിസ് ബുക്ക് ഇസ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കാണ്. ദാറ്റ് കാർ ഇസ് എക്സ്പെൻസീവ്. കണ്ടോ, അവിടെ ഒരു കാർ കാണിച്ചെടുത്ത് പറയാം, ദാറ്റ് കാർ ഇസ് എക്സ്പെൻസീവ്. അത് കാണിച്ചു കൊടുക്കുക, അതായത് ഷോ അല്ലെങ്കിൽ പോയിൻ്റ് ഔട്ട്, അത് കാണിച്ചു കൊടുക്കാൻ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രൊനൗൺ ഇല്ലേ, അത്, ഇത് എന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ദിസ്, ദാറ്റ്, ദീസ്, ദോസ് ഒക്കെ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന പ്രൊനൗൺസ് ആണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ്. ഇനി അടുത്ത് നോക്കിക്കേ, ദീസ് ഷൂസ് ആർ കംഫർട്ടബിൾ. അപ്പോൾ നമ്മൾ ഷൂസ് ഇട്ട് നോക്കിയിട്ട് പറയാണ് ദീസ് ഷൂസ്, നമ്മൾ പോയിന്റ് ചെയ്യാണ്. കണ്ടോ, ഇപ്പം ഞാൻ ഇട്ടേക്കുന്നില്ലേ, ദീസ് ഷൂസ് ആർ കംഫർട്ടബിൾ. ഓക്കെ, അടുത്ത് നോക്കിയേ, ദോസ് പീപ്പിൾ ആർ മൈ ഫ്രണ്ട്സ്. അവിടെ നിൽക്കുന്ന ആളുകളില്ലേ, അവരെൻ്റെ ഫ്രണ്ട്സാണ്. ദോസ് പീപ്പിൾ ആർ മൈ ഫ്രണ്ട്സ്. ഇവിടെ പല കേസിൽ ദിസ്, ദാറ്റ്, ദീസ്, ദോസ് ഒക്കെ യൂസ് ചെയ്തേക്കണേ. അതെവിടെയാണ്? നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആക്ച്വലി. അത് ദിസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം അടുത്തുള്ളതിനെയാണ് ദിസ് യൂസ് ചെയ്യുക, ഒരെണ്ണം അകലെയുള്ളതിനെ ദാറ്റ് യൂസ് ചെയ്യും. ഒന്നിലധികം കാര്യങ്ങൾ അടുത്തുണ്ടെങ്കിൽ ദീസ് യൂസ് ചെയ്യും, ഒന്നിലധികം ഉണ്ട് പക്ഷേ ദൂരെയാണെങ്കിൽ ദോസ് യൂസ് ചെയ്യും കേട്ടോ, അത് പഠിക്കണം. സോ ദാറ്റ് ഈസ് അബൌട്ട് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഇൻറ്ററോഗേറ്റീവ് പ്രൊനൗൺസ്. ഇൻറ്ററോഗേറ്റീവ് എന്ന് കേൾക്കുമ്പോൾ അവർക്ക് ക്വസ്റ്റ്യൻ വേർഡ്സ് ആയിരിക്കും. അതായത് ദീസ് പ്രൊനൗൺസ് ആർ യൂസ്ഡ് ടു ആസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഉപയോഗിക്കുന്ന പ്രൊനൗൺസ് ആണ് ഇൻറ്ററോഗേറ്റീവ് പ്രൊനൗൺസ്. നോക്കിയേ, വാട്ട് ഈസ് യുവർ നെയിം. കണ്ടോ, ഇവിടെ വാട്ട് എന്നുള്ള പ്രൊനൗണാണ് യൂസ് ചെയ്തേക്കുന്നത്. വാട്ട് ഈസ് യുവർ നെയിം. ഓക്കെ, അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് ആ വാക്ക് ഉപയോഗിച്ചേക്കുന്നത് അല്ലേ. നെക്സ്റ്റ് ഓക്കെ, ഹൂ ഈസ് ഗോയിങ് ടു ദ പാർട്ടി. ആരാണ് പാർട്ടിക്ക് പോകുന്നത്. ഓക്കെ, അവിടെ എന്താണ് ഹൂ എന്ന് പറയുന്ന ഇൻറ്ററോഗേറ്റീവ് പ്രൊനൗണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹൂസ് കാർ ഇസ് ദിസ്. ഇത് ആരുടെ കാറാണ്. വിച്ച് ബുക്ക് ഡു യു ലൈക്ക്. ഏത് ബുക്കാണ് നിങ്ങൾക്ക് ഇഷ്ടം. ഹും ഡിഡ് യു ഇൻവൈറ്റ്. ആരെയാണ് നിങ്ങൾ ക്ഷണിച്ചത്. കണ്ടോ, ഇവിടെ എല്ലാം ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത് അല്ലേ. വാട്ട്, ഹൂ, ഹൂസ്, വിച്ച്, ഹും, ഇതെല്ലാം ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. ക്വസ്റ്റ്യൻ വേർഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് ഇൻറ്ററോഗേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രൊനൗൺസിൽ വരുന്നത്. നമ്മൾ പ്രൊനൗൺസ് എന്താണെന്ന് നോക്കി. പ്രൊനൗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നൗൺസിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. അത് നൗൺസ് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. പേഴ്സണൽ പ്രൊനൗൺസ് നമ്മൾ പറഞ്ഞു, അതായത് ആളുകളുടെ പേരിനും ആനിമൽസിൻ്റെ പേരിനും തിങ്സിൻ്റെ ഒക്കെ പേരിന് പകരം യൂസ് ചെയ്യുന്നതാണ്. അതായത് ഐ, യു, വി, ഹി, ഷീ ഇട്ടൊക്കെയാണ് പേഴ്സണൽ പ്രൊനൗൺസ്.
പിന്നെ പൊസസീവ് പ്രൊനൗൺസ് എന്ന് പറഞ്ഞത് ആരുടെയാണ് ബിലോങ്ങിങ് കാണിക്കാനായിട്ട്. മൈൻ, അവേഴ്സ്, ഹിസ്, ഹെഴ്സ്, യുവേഴ്സ് എന്നൊക്കെ പറയുന്നതാണ് പൊസസീവ് പ്രൊനൗൺസ്. റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ് തന്നെ ഒബ്ജക്റ്റ് ആയിക്കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്നത് റിഫ്ലെക്സീവ് പ്രൊനൗൺ. ദെൻ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ അതായത് ഒരു സെൻറ്റൻസിൻ്റെ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി, ജോയിൻ ചെയ്യാൻ വേണ്ടി, റിലേഷൻ കാണിക്കാൻ വേണ്ടി ആ റിലേറ്റഡ് ആക്കുന്ന ആ ഒരു പ്രൊനൗണാണ് റിലേറ്റീവ് പ്രൊനൗൺ. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ, അത് കാണിക്കാൻ, ഷോ ഓഫ് അല്ല, അതായത് ആ ഒരു ഷോ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ. ഇത്, അത്, അതൊക്കെ, ഇതൊക്കെ എന്ന് പറയുന്നതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ. ഇൻറ്ററോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. ക്വസ്റ്റ്യനായിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പ്രൊനൗൺസ്, അതായത് വാട്ട്, ഹൂ, ഹൂസ്, വിച്ച്, ഹും എന്നൊക്കെ പറയുന്നതാണ് ഇൻറ്ററോഗേറ്റീവ് പ്രൊനൗൺസ്.